2 ദിവസം മുമ്പ് നമ്മുടെ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ CSIR ഒരു ഡോക്ടർ വന്ന്, നല്ല പ്രശസ്തയായിട്ടുള്ള ഒരു ഡോക്ടർ വന്നിട്ട്, ESI ഡോക്ടർ വന്നിട്ട് എല്ലാ വ്യക്തികളോടും നല്ല രീതിയിൽ ഉപദേശിച്ചു. നിങ്ങൾ വേണ്ടതിനും വേണ്ടാത്തതിനും സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അത് വളരെ എഫക്റ്റീവാണ് ആയിരിക്കുമെന്ന് ധരിച്ചു പോകല്ലേ. നിങ്ങളൊരു MBBS ഡോക്ടറുടെ അടുത്ത് പോവുക. പ്രത്യേകിച്ചും പണ്ട് MBBS പഠിച്ച് കുറച്ച് പ്രായമായവർ 50, 55, 60 ആയിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോവുക. അവർ നിർദ്ദേശിക്കുകയാണെങ്കിൽ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോവുക. അല്ലെങ്കിൽ നമ്മളുടെ രോഗത്തിൽ ഒരു 70% രോഗം ചെറിയ രോഗങ്ങൾ, സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ജനറൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണെങ്കിൽ ഒരു MBBS ഡോക്ടർ, ആ ഡോക്ടറെ നിങ്ങളുടെ കുടുംബ ഡോക്ടറാക്കുക. ആ ഡോക്ടർക്ക് നിങ്ങളുടെ ചരിത്രത്തിൻ്റെ, നിങ്ങളുടെ ഹെൽത്ത് ഹിസ്റ്ററി എല്ലാം അറിയുന്ന ഒരു ഡോക്ടറാക്കി മാറ്റുക. അങ്ങനെ നമ്മുടെ ഈ പഴയ ഒരു സിസ്റ്റം ഉണ്ട്. പണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും നേരിട്ട് ഒരു ജനറൽ ഡോക്ടറുടെ അടുത്തേക്കാണ് പോകും, ഒരു MBBS ഡോക്ടറുടെ അടുത്തേക്കാണ്. MBBS എന്ന് പറഞ്ഞാൽ മോശമാണെന്ന അർത്ഥത്തിലല്ല, ജനറലി നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏതെല്ലാം രോഗമാണോ അതൊക്കെ അവർ നല്ലോണം പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് MDയും FRCSും ഒക്കെ പോകുമ്പോഴത്തേക്ക് അവരൊക്കെ സ്പെഷ്യലൈസ്ഡാണ്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ ടെസ്റ്റ് നടത്താൻ പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു പൾമണറോളജിസ്റ്റിനെ കാണണം എന്ന് പറയും. പൾമണറോളജിസ്റ്റ് കണ്ടതിന് ശേഷം നിങ്ങളൊരു കാര്യം, ഒരു TB സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്ന് പറയും. ഇത് കഴിഞ്ഞാൽ ഇതൊന്നുമില്ലെങ്കിൽ ഗാസ്ട്രോയെ കാണണം എന്ന് പറയും. അതായത് സ്പെഷ്യലിസ്റ്റുകളുടെ കൂമ്പാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സ്പെഷ്യലിസ്റ്റ് മറ്റ് സ്പെഷ്യലിസ്റ്റുകളെ സജസ്റ്റ് ചെയ്യുകയാണ്. ഇത് ഓരോന്നും കഴിഞ്ഞ് എത്ര പേരാ വരിക? അതേ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കാം, MBBS ഡോക്ടറുടെ അടുത്ത് പോയാൽ അവർക്ക് കുറേ കാര്യങ്ങൾ 5-5.5 വർഷം പഠിക്കുകയല്ലേ നേരിട്ട്. പിന്നെ ഇത്രയും ദിവസത്തെ ജീവിതാനുഭവങ്ങളും മെഡിസിനുമായിട്ടുള്ളൊരു അഭേദ്യമായിട്ടുള്ള ബന്ധവും തുറന്ന മനസ്സും നാരോ ഡൗൺ ചെയ്യാത്ത സബ്ജക്റ്റും. ബ്രോഡ് സബ്ജക്റ്റാണ് MBBS എന്ന് പറയുമ്പോൾ. നാരോ ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ ENT എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹാർട്ടിനെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും അറിയണം നിർബന്ധമില്ല. അറിഞ്ഞാലും അത് പറയില്ല, കാരണം അദ്ദേഹം ഇയർ നോസ് ത്രോട്ടിൻ്റെ ആളാണ്. ശരിക്ക് ഞാൻ കഴിഞ്ഞ 2 വർഷമായി എനിക്ക് BP 90-95 ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ചും കൂടി കയറി. ഞാൻ ഉപ്പ്, മുളക്, വറ്റൽ എല്ലാം കഴിക്കാറുണ്ട്. സാധാരണക്കാരെ പോലെ കഴിക്കാറുണ്ട്. പക്ഷെ രാവിലെ ആസ് യൂഷ്വൽ കുറേ കാലമായിട്ടുള്ള മാതിരി 4-5 ഗ്ലാസ് വെള്ളം കുടിക്കും. അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റാര് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വ്യത്യാസമില്ലാത്ത രീതിയിൽ ഉപ്പും മുളകും പിക്കിൾസും എല്ലാം ചേർത്ത് കഴിക്കുന്നു. ഞാൻ ഒത്തിരി വ്യക്തികളോട് പറഞ്ഞു, അവരും അതുപോലെ ചെയ്യുന്നു. അവർ നമ്മളുടെ അടുത്ത് തിരിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരുന്നു. സാറ് പറഞ്ഞതിന് ശേഷം നമുക്ക് BPക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ പറയാറുണ്ട്, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. BP ചെക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ വേണ്ടാത്ത മരുന്ന് അടിച്ചകത്തേക്ക് കയറ്റി നമ്മളുടെ BPയെ കെമിക്കൽ കൊണ്ട് കൺട്രോൾ ചെയ്ത് ശരീരത്തിന് കൺട്രോൾ ചെയ്യാനുള്ള കഴിവിനെ ഇല്ലാണ്ടാക്കാണ്. ഇതൊക്കെ മോഡേൺ ഡോക്ടർമാർ പറഞ്ഞാൽ അവർ കേൾക്കില്ല. പക്ഷെ ഒരു സിമ്പിൾ ഡോക്ടറാണെങ്കിൽ അവർക്കിത് മനസ്സിലാവും. ഞാൻ അടുത്ത കാലത്താണ് കേട്ടത്, അമേരിക്കയിൽ നിന്നൊരു നല്ല മലയാളി ഡോക്ടർ പറഞ്ഞത്, 106 വർഷം പഴക്കമുള്ള ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ്, ശാസ്ത്രമണ്ഡലത്തിലെ അന്ധവിശ്വാസമാണ് ഉപ്പ് BP കൂട്ടുമെന്നുള്ളത്. ഉപ്പ് BP കൂട്ടില്ലെന്ന് മാത്രമല്ല, BP കൂടുന്നതിന് ഉപ്പിന് റോളില്ല. കൂടുതൽ ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലെങ്കിൽ അത് പുറത്തേക്ക് കളയും. നമ്മൾ ഇതൊക്കെ വേണ്ടത്ര വെള്ളം കുടിച്ചാൽ മതി. അത് ഡേഞ്ചറസ് അല്ല. അതുകൊണ്ട് എത്ര നമ്മൾ ഉപ്പ് കൂടുതൽ കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം കൂടുതൽ കുടിക്കാനുള്ള ശരീരത്തിൻ്റെ ആ സിസ്റ്റം തന്നെ വർക്ക് ചെയ്ത് നിങ്ങൾ കൂടുതൽ ഉപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ വെള്ളം കൂടുതൽ കുടിക്കും. അത് യൂറിനിലൂടെ പോവുകയും ചെയ്യും. ഉപ്പ് BPയുമായിട്ട് കാര്യമായിട്ട് ഒരു റോളും ഇല്ല. ഇവർ പറയുന്ന മാതിരിയുള്ള റോളൊന്നുമില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, 2 വർഷത്തെ അനുഭവത്തിൽ ഞാൻ BP ചെക്ക് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ BPയിൽ യാതൊരു മാറ്റമില്ല. ഞാൻ എടുത്തു പറയുന്നു, പിക്കിൾസ് എല്ലാവർക്കും ഉള്ള മാതിരി തന്നെയുള്ള സാമ്പാർ, ഓലൻ, എരിശ്ശേരി എല്ലാവർക്കും ഉള്ളത് ഞാൻ കഴിക്കുന്നുണ്ട്. പിക്കിൾസ് കഴിക്കുന്നുണ്ട്, ഇതെല്ലാം കഴിക്കുന്നുണ്ട്. ഈ ഡോക്ടറെ അടുത്ത് ഞാൻ ഇത് ചോദിക്കാൻ പോയില്ല.
പക്ഷേ അവർ പറഞ്ഞത് നിങ്ങൾ വേണ്ട സമയത്തും വേണ്ടാത്ത സമയത്തും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം BP നോക്കല്ലേ, BPയെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യല്ലേ, നിങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കൂ, നല്ല രീതിയിൽ ജീവിക്കൂ, എന്നാൽ ഇടയ്ക്ക് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ മോഡേൺ മെഡിസിൻ എല്ലാം തെറ്റാണെന്നോ അതൊക്കെ മാറ്റണമെന്നോ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, അതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ രോഗിയല്ലാത്ത നമ്മളെ ചിലപ്പോൾ രോഗിയാക്കും. പല ഡോക്ടർമാരും തരുന്ന സ്റ്റിറോയിഡുകളൊക്കെ അത് മതി നമ്മൾ പൂർണ്ണ രോഗിയാവാനായിട്ട്. അതുകൊണ്ട് ഡോക്ടർമാർ അവർ തരുന്ന മരുന്നുകൾ ഇതെല്ലാം ശരിക്കും മൃതസഞ്ജീവനിയാണ് എന്ന് ധരിച്ചിട്ടൊന്നും നമ്മൾ കഴിക്കേണ്ട. വേണ്ടത് തീർച്ചയായിട്ടും നല്ല ഒരു കുടുംബ ഡോക്ടർ ഉണ്ടെങ്കിൽ, എനിക്ക് നമ്മുടെയൊക്കെ കുടുംബ ഡോക്ടർമാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിയുടെ, എൻ്റെ 2 കുട്ടികളുടെയൊക്കെ പണ്ടത്തെ പ്രോബ്ലങ്ങൾ ഉണ്ടായത്, ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ അവർ തന്നെ അപ്പം തന്നെ മരുന്ന് തരും, അതോടുകൂടി തീർന്നു. ഒരാഴ്ച 2 ദിവസം 3 ദിവസം കൊണ്ട് അത് തീർന്നു. ഇപ്പൊ നമ്മൾ എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്കാണ് പോവാണ്. ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കുടുംബ ഡോക്ടർ എന്നുള്ള സങ്കല്പം തിരിച്ചുണ്ടാവണം. അതുപോലെ തന്നെ വേണ്ടതിനും വേണ്ടാത്തതിനും മരുന്ന് കഴിക്കുക എന്നുള്ളതും ഭയപ്പെട്ട് BPയും ബാക്കിയുള്ളതെല്ലാം കൊണ്ട് ജീവിക്കുക എന്നുള്ളത്, ശരിക്കും ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം തീർച്ചയാണ്. പക്ഷേ ഡയബറ്റിക്സിനും മരുന്ന് ഓവർഡോസ് കഴിച്ചാൽ മരണം വരെ നമുക്ക് ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെയാവുകയാണ്. ഒരിക്കൽ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെയായാൽ പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ഈ മരുന്നിന് അഡിക്റ്റ് ആവും. പലപ്പോഴും മരുന്ന് കമ്പനികൾ നമ്മളെ അഡിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവർക്ക് ബിസിനസ് അഷ്വേർഡ് ബിസിനസ്സാണ്. ഇത് ഞാൻ ജനറൽ അഭിപ്രായം പറഞ്ഞതാണ്. എല്ലാ ടെസ്റ്റുകളും ബാക്കിയുള്ളതെല്ലാം നടത്തണം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഞാനൊരു ഡോക്ടറിൽ നിന്ന് കേട്ടു, കുടുംബ ഡോക്ടർ എന്ന സങ്കല്പവും സിമ്പിൾ ഡോക്ടർ എന്ന സങ്കല്പവും നല്ല പരിചയമുള്ള ഡോക്ടർ എന്ന സങ്കല്പവും അവിടെ ചെന്ന് അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാവൂ. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോയി 10,000-40,000 രൂപ മുടക്കി നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിന് പകരം ഒരു 250 രൂപയ്ക്ക് കാര്യം മനസ്സിലാവും. അവരെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതെൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു. ഇടയ്ക്ക് പറയാറുണ്ട്, അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. റിമൈൻഡിങ് ആണ്. പ്രണാമം.